നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. കളങ്കാവൽ, ജിതിൻ കുറുപ്പിൻ്റെ റൈറ്റർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കളങ്കാവൽ. ഇതിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ എന്ന് വന്നു. ടൈറ്റിൽ പോസ്റ്റർ കണ്ട് ഞെട്ടി എന്ന് തന്നെ പറയാം. കാരണം അത് ഞെട്ടി എന്ന് പറയുന്നൊരു അതിശോക്തിയില്ല. കാരണം മമ്മൂട്ടി ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം 2020 ശേഷം എല്ലാവരും പറഞ്ഞാൽ പോലും അതിന് മുമ്പേയും എത്രയോ കഥാപാത്രങ്ങൾ വിസ്മയിപ്പിച്ച നടനാണ് മമ്മൂട്ടി. താരങ്ങളിൽ ഒരു താരം തന്നെയാണ്, സംശയിക്കേണ്ടത്. ഇപ്പോൾ സൂര്യമാനസവും വിധേയനും പൊന്തന്മാടയും വടക്കം വീരാതെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളന്നും ഞെട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും വീണ്ടും സെലക്ഷനിൽ അദ്ദേഹം ടോപ്പിൽ നിൽക്കുന്ന സമയം, ബ്രഹ്മയുഗവും നൻപകൽ നേരത്ത് മയക്കവും പുഴുവും റോഷാക്കും കണ്ണൂർ സ്കോഡും ഭീഷ്മപർവും ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ആണ് നമുക്ക് കളങ്കാവൽ എന്ന് പറയുന്ന പുത്തൻ സിനിമയുടെ ടൈറ്റിൽ വരുമ്പോൾ അതിനകത്തെ ഒരു വില്ലനിസം നിറഞ്ഞ ഒരു സൈക്കോ ക്യാരക്ടറിൻ്റെ എല്ലാ ചേഷ്ടകളും ആ ഒരൊറ്റ ലുക്കിൽ നമുക്ക് ആ സിഗരറ്റ് അങ്ങോട്ട് ഇതാക്കിക്കുന്ന ആ ലുക്ക്, ലുക്ക്, തീ ലുക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ലുക്ക് മമ്മൂട്ടി അഭിനയിപ്പിച്ച് വിസ്മയിപ്പിക്കുമെന്നതിൽ സംശയം വേണ്ട. അതിനകത്ത് മലയാളി പ്രേക്ഷകൻ എന്നല്ല, ഇന്ത്യയിലുള്ള ഏത് സിനിമ ഇഷ്ടപ്പെടുന്ന ആരും തന്നെ അതിനെ എതിരഭിപ്രായം കാണത്തില്ല. കാരണം അതുപോലെ ഗംഭീര എനിക്ക് പേഴ്സണലി എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് പറയാം, അതൊരു ഗംഭീര സിനിമയാണ്. മമ്മൂട്ടി വിനായകൻ കോമ്പിനേഷനൊക്കെ വിനായകനൊക്കെ തകർത്ത് കൈയടി മേടിക്കുന്ന ഒരു മലയാള സിനിമയായി മാറും. ജയിലറിനെക്കാട്ടിൽ ഒരുപാടി മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമയായി മാറും. സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, മമ്മൂട്ടിയുടെ അസാധാരണമായ ഒരു കഥാപാത്രങ്ങൾ ഒന്നായി മാറും. നെഗറ്റീവ് ഷെയ്ഡിൽ ഒരു ടോപ്പ് സ്ഥാനത്ത്, ഇപ്പം പാലേരി മാണിക്യത്തിനകത്തെ, അല്ലെങ്കിൽ ബ്രഹ്മയുഗത്തിനകത്തെ, അല്ലെങ്കിൽ വിധേയനകത്തെ ഭാസ്കര പട്ടേൽ പോലെ ഒരു വേറെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായി മാറും. പക്ഷേ ഞാൻ പറയാൻ വന്ന പോയിന്റ്, മമ്മൂട്ടി കമ്പനി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത, മമ്മൂട്ടി കമ്പനി ശോകമായി തുടങ്ങിയത് ആദ്യം മുതലേ നമ്മൾ ശ്രദ്ധിക്കാൻ, ഞാൻ നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക് പോലുള്ള വലിയ സിനിമകൾ അല്ല, ചെറിയ സിനിമകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പുത്തൻ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക, നല്ല കാര്യമാണ്. അത് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മമ്മൂട്ടി കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതും നല്ല കാര്യമാണ്. പക്ഷേ ഇതിന് വേണ്ട പബ്ലിസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ പറയും മൗത്ത് പബ്ലിസിറ്റി ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡെന്ന്. അല്ല എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം ഡൊമിനിക്കിന് ശേഷം വന്നതാണ് ഇത്. ഈ മമ്മൂട്ടിയുടെ പേജിൽ, മമ്മൂക്കയുടെ പേജിൽ ഇട്ട് കാണുമായിരിക്കും, ബാക്കി കുറച്ച് പേരുടെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ഇത് എത്ര പേര് ശ്രദ്ധിക്കണം? കുറേ മമ്മൂട്ടി ഫാൻസുകാർ ശ്രദ്ധിച്ച് കാണും ഈ കളങ്കാവലിൻ്റെ പോസ്റ്റ്. പിന്നെ കുറച്ച് സിനിമ സ്നേഹിക്കുന്ന ഒരു 10% പേര് ശ്രദ്ധിച്ച് കാണും. അല്ലാത്തല്ലോ ഇത് വരുത്തില്ല. അവസാനം ട്രെയിലർ ഇറങ്ങുമ്പോഴും ഇതുപോലെ തന്നെ സ്ഥിതി. പടം ഇറങ്ങുമ്പോൾ ഗംഭീര സിനിമയായിരിക്കും, പക്ഷേ കാണാൻ വളരെ തീരെ ആൾക്കാർ കുറവായിരിക്കും. പിന്നെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ, പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന പോട്ടെ, പബ്ലിസിറ്റി എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഉണ്ട്, മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടനെ മമ്മൂട്ടി കമ്പനി ഉണ്ട്, 1 കോടി രൂപയോ 2 കോടി രൂപയൊക്കെ ലാഭം കിട്ടിയാൽ മതി. ഗംഭീര സിനിമയാണെങ്കിൽ 10 കോടിയോ 20 കോടിയോ കിട്ടും. വേണ്ട, അദ്ദേഹത്തിന് വേണ്ട. ഇതുകൊണ്ട് എന്താണെന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ, എപ്പോഴും അണികളാണ് നമ്മളെ താരങ്ങളാക്കുന്നത്. അത് സംശയമില്ലാത്ത കാര്യങ്ങളാണ്. മമ്മൂട്ടി ഫാൻസോ മോഹൻലാൽ ഫാൻസോ ഇനി വിജയ് ഫാൻസോ രജനീകാന്ത് ഫാൻസോ, ഫാൻസ് ഇല്ലെങ്കിൽ ഇനീഷ്യൽ പുള്ളെന്ന് പറഞ്ഞ സംഭവം ഇല്ല. നടൻ താരമല്ല. മമ്മൂട്ടി താരമാകാൻ ആഗ്രഹിക്കാത്ത ഒരാളെന്നൊക്കെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ സത്യസന്ധമായി അദ്ദേഹം നടനാകാൻ, പക്ഷേ അദ്ദേഹം ഒരു മെഗാ താരം എന്നുള്ള, മെഗാ സ്റ്റാർ എന്ന പദവി ഒരു ഇനീഷ്യൽ കളക്ഷനൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഇവരൊക്കെ റെമ്യൂണറേഷനൊക്കെ ഇത്രയും ഹൈ ആകുന്നത്. അന്നേരം അത് ഉറപ്പായിട്ടും ഫാൻസിനെയുടെ ഉറപ്പായിട്ടും അതിനകത്ത് അതോടെ ഉൾക്കൊണ്ട് വേണം ഇതൊക്കെ ലോഞ്ച് ചെയ്യുന്ന, ഒരു നല്ല ആഡംബരമായിട്ട് ലോഞ്ച് ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം വലിയേക്ക് റീച്ച് ചെയ്യണം, എല്ലാ രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുക്കണം. അതൊക്കെ ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഉള്ള എല്ലാ രീതിയിലുമുള്ള സാധാരണപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അത് മമ്മൂട്ടി കമ്പനിയിൽ കിട്ടുന്നേ ഇല്ല. അതിനകത്ത് സംശയം വേണ്ട. ഇപ്പോൾ ലുക്കൊക്കെ ഗംഭീരമാണ്, ലുക്കൊക്കെ തീയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ, ഇതൊരു പഴുങ്ങഞ്ഞി പോലെ ഇതൊന്ന് വന്ന് ഒരു ഗംഭീര സിനിമയെന്ന് കേട്ടൊരു 20-30 കോടി രൂപ ഇല്ല ഒതുങ്ങി ഒരു സാധാരണ മാത്യൂസ് എന്ന് പറഞ്ഞ നടനോ, അല്ലെങ്കിൽ ആരും ചെറുതായിട്ട് പറയുമല്ല, യുവനടന്മാരുടെ കളക്ഷൻ പോലും കിട്ടാത്ത, ഗംഭീര സിനിമകൾക്ക് കിട്ടുന്ന, അവരുടെ ഒരു സാധാരണ സിമ്പിൾ പടത്തിന് കിട്ടുന്ന കളക്ഷൻ പോലും ഈ ഗംഭീര സിനിമയ്ക്ക് കിട്ടാതായി പോകുമെന്നുള്ളത് ഭയന്ന് തന്നെയാണ് നമ്മളിത് പറയുന്നത്. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ
മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ പ്രോഡക്റ്റ് നന്നായിരിക്കും, പക്ഷെ അതൊരിക്കലും ഒരു കളക്ഷൻ വൈസിലോട്ടൊന്നും ഒരിക്കലും വരത്തില്ല. മമ്മൂട്ടിക്ക് പൈസ വേണ്ടായിരിക്കാം, പക്ഷേ ഫാൻസ് വൈസ് നോക്കുമ്പോൾ പലപ്പോഴും കളക്ഷൻ 100 കോടിയോ 50 കോടിയോ, ക്ലബിൻ്റെ കുറിച്ചൊന്നും എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഡൊമിനിക്ക് പോലും നല്ല സിനിമയെന്ന് കേട്ടിട്ട് അത് എത്ര കളക്ഷൻ കിട്ടിയെന്നാണ് ചോദിക്കും. സാധാരണ ഫാൻസുകാർ പോലും ഒന്നും ചോദിക്കുക. അതൊരു 40 കോടി. എനിക്ക് നമ്മുടെ ഒരു സിനിമ കണ്ടുവരുന്ന ഒരു രീതി അനുസരിച്ച് ഒരു 40 കോടി, 35 മുതൽ ഒരു 45 ഇടയ്ക്ക് ഒരു 40 കോടി മിനിമം കളക്ട് ചെയ്യേണ്ട ഒരു സിനിമ ഒരു 20 കോടിയിൽ ഒതുങ്ങി. ആ സിനിമ പകുതി കളക്ഷൻ കിട്ടിയുള്ളൂ. കാരണം അതിൻ്റെ പബ്ലിസിറ്റി കുറവുണ്ട്. ഇതും അതാണ് വരാൻ പോകുന്നത്. ഇനിയും വരാൻ പോകുന്ന അടുത്ത പടം, അതായത് ഖാലിദ് റഹ്മാൻ്റെയും അല്ലെങ്കിൽ നിതീഷ് സഹദേവൻ്റെ ഒക്കെ പടം ഗംഭീര സബ്ജക്റ്റുകളാണെന്നാണ് പറയുന്നത്. അതൊക്കെ മമ്മൂട്ടി കമ്പനിയാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഇത് കുറച്ചൊക്കെ ബാക്കിയുള്ള പ്രൊഡ്യൂസർമാർക്ക് കൂടെ കൊടുത്താൽ, ഷാജി നടേശൻ പോലുള്ള അല്ലെങ്കിൽ ഗോകുലം ഗോപാലൻ പോലുള്ള ലിസിൻ സ്റ്റീഫൻ പോലെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പ്രൊഡ്യൂസർമാരെ കൊടുത്താൽ മതി. വേറെ വേണു കുന്നംപള്ളി പോലുള്ള ഗംഭീര പ്രൊഡ്യൂസർമാരുണ്ട്. അവരെ കൊടുത്താൽ കുറച്ചുകൂടെയൊക്കെ നല്ല അവർക്കൂടെ കൊടുത്താൽ നല്ല ഗംഭീര വിജയങ്ങളായി തീരും. 100 കോടിയൊക്കെ പുഷ്പ പോലെ എത്തിച്ചേരാവുന്നേ ഉള്ളൂ. അന്നേരം അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനെയോ ഒന്നും നമ്മൾ പറയാൻ ആരുമല്ല. മമ്മൂട്ടി മോഹൻലാലിനെ നമ്മളങ്ങനെ പറയാൻ പോലും നമുക്ക് വാക്കുകളില്ല. കാരണം പക്ഷേ പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും വളരെ പുറകോട്ടാണ്. ഇനി ഒരുപാട് പുറകോട്ട് പോയാൽ അത് അദ്ദേഹത്തിന് തന്നെ ദോഷം ചെയ്യുമെന്ന് കണ്ടുകൊണ്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അത് അദ്ദേഹത്തിലെത്തും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. എന്തായാലും ശ്രദ്ധിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് ഇത് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്തായാലും നമുക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ പറയും. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.